ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ഇത് ഫൺസ് അപ്പോൺ എ ടൈം സീസൺ 4 സ്റ്റാൻഡ് അപ്പ് ഫോർ ഗേൾസ് മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡ് അപ്പ് കോമഡി ഷോ. അപ്പോൾ മലയാളം ടെലിവിഷനിലെ ദ വെരി ഫസ്റ്റ് സ്റ്റാൻഡ് അപ്പ് കോമഡി ഷോ ഒരു വണ്ടർഫുൾ ടേൺ എടുത്തിരിക്കുകയാണ്. നമുക്കറിയാം ഇപ്പോൾ ഈ ഫ്ലോർ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് അവരുടെ സ്റ്റാൻഡ് അപ്പ് കോമഡി പെർഫോമൻസുകൾ കഴിവുകൾ അവതരിപ്പിക്കാനായിട്ട് നമ്മൾ ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവരുടെ എല്ലാവരുടെയും ലൈഫിലും ഇതൊരു ടേണിംഗ് പോയിന്റ് ആകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മാത്രമല്ല ഈ ഒരു കാര്യം എടുത്തു പറയണം, കാരണം പ്രേക്ഷകരുടെ ഒരു വലിയ സപ്പോർട്ടോട് കൂടി അതിഗംഭീരമായിട്ട് നമ്മുടെ സീസൺ 4 ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. ഓക്കെ, നമ്മുടെ ഷോയുടെ രണ്ട് പ്രിയപ്പെട്ട പില്ലേഴ്സിനെ സ്വാഗതം ചെയ്യുകയാണ്. ലെറ്റ്സ് വെൽക്കം our dearest judges രമേശ് പിഷാരടി and talented and gorgeous രചന നാരായണൻകുട്ടി. താത്ത, ഞാൻ താത്തയുടെ ഇൻട്രോ പറയാൻ പോവാ. നേരെ ഇരിക്കും, ഫോൺ നോക്കല്ലേ. താത്ത ഇൻട്രോ പറയാൻ പോകുന്നത്. അല്ല മോളെ, ഞാൻ എനിക്കിപ്പോഴേ സമയം കിട്ടുള്ളൂ ഇതൊന്നും നോക്കാനായിട്ട്. എന്റെ താത്ത 24 മണിക്കൂറുണ്ട്. ഇപ്പൊ ഞാൻ ഇൻട്രോ തുടങ്ങാൻ പോകുന്ന സമയത്താണോ നോക്കുന്നേ? ആ 24 മണിക്കൂർ നോക്കണത് എന്റെ ഫോൺ. ആ പക്ഷെ ഇതിപ്പോ നിന്റെ ഫോണാണല്ലോ. അയ്യോ, ഇത് എന്റെ ഫോണാണ്. ആ, നീ ഇവിടെ മറന്നു വെക്കുമ്പോഴാണ് എനിക്ക് കിട്ടുള്ളൂ. ഞാൻ ഇതിനകത്ത് നോക്കി നോക്കി വന്നപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത്. എന്ത്? എന്റെ പേര് നീ എന്താണ് ഇതിനകത്ത് ഫീഡ് ചെയ്തേക്കണെന്ന് അറിയാൻ ഈ ഫോണിൽ നിന്ന് ഞാൻ ഈ ഫോണിലേക്ക് വിളിച്ചു. അപ്പൊ എന്താ എഴുതി വെച്ചേക്കണേ പിഷാരടി? നാശം തള്ളാന്ന്. അല്ല അല്ല, അത് നമ്പർ മാറിപ്പോയിട്ടായിരിക്കും. ആ, അത് കഴിഞ്ഞിട്ട് ഞാൻ ആ വഴി ഗാലറിയിലേക്ക് ഒന്ന് കയറി. അത് എന്റെ വാട്സാപ്പിൽ ചെന്നപ്പോഴല്ലേ കാണുന്ന കാഴ്ച. എന്തോരം ചെറുപ്പക്കാരായി ഇങ്ങനെ വന്ന് ക്യൂ ആയിട്ട് ലൈനായിട്ട് ഇങ്ങനെ നിന്നോണ്ടിരിക്കുന്നു. എന്റെ താത്ത ഫോൺ ഒന്ന് താഴെ വെക്കൂ. ഞാൻ ഇന്നത്തോടെ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്ത്? നീ മര്യാദക്ക് ഈ വാട്സപ്പ് ഡിലീറ്റ് ചെയ്തോ. എനിക്ക് ഡിലീറ്റ് ചെയ്യാനൊന്നും പറ്റൂല. നീ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നാളെ അവലൂടെ പരിപാടിക്ക് നീ വരൂല. അതെങ്ങനെ വാട്സപ്പ് ഒക്കെ ഡിലീറ്റ് ചെയ്യും? അതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതൊന്നും എനിക്കറിയണ്ട. നീ വാട്സപ്പ് ഡിലീറ്റ് ചെയ്തതിനകത്തുള്ള ആമ്പിള്ളേർക്ക് മുഴുവൻ എന്റെ നമ്പർ നീ കൊടുത്തില്ലെങ്കിൽ ഒരു 4-5 പേർക്കെങ്കിലും ഒരു ചാരിറ്റി ആയിട്ടെങ്കിലും എന്റെ നമ്പർ കൊടുക്കടി. താത്തയുടെ നമ്പർ കൊടുക്കണോ വേണ്ടെന്നുള്ളതൊക്കെ തീരുമാനിക്കാം. അതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ മത്സരം തുടങ്ങിയേക്കാം. ഓക്കെ, സോ നമുക്ക് പതിവ് പോലെ 2 തകർപ്പൻ കണ്ടസ്റ്റൻസ് ആണ് എത്തിയിരിക്കുന്നത്. ലെറ്റ്സ് വെൽക്കം ദം, മാളു, വിനീഷ് ആൻഡ് കാതറിൻ. മാളു, വിനീഷ്. ഓക്കെ, കാതറിൻ ചേച്ചി ആദ്യമേ മൈക്കുമായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് വന്ന് സ്റ്റാൻഡപ്പ് കോമഡി പറയാൻ. ചേച്ചി എല്ലാത്തിനും റെഡിയാണ്. അതെ, എവിടുന്നാ വരുന്നേ? എവിടെയാ സ്ഥലം? പൂരങ്ങളുടെ നാടായ തൃശ്ശൂര്. ആഹാ, തൃശ്ശൂരിലെവിടെ? അതെ, ഗുരുവായൂര്. ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ചേച്ചി എന്ത് ചെയ്യുന്നു? എനിക്ക് ഭർത്താവ്, 2 മക്കള്, 2 പേരും അധ്യാപകര്, പിന്നെ ഞാന് ഒരു റിട്ടയേർഡ് HM. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു HMനെ ജഡ്ജ് ചെയ്യാൻ പോവാ. ഈ ശാപം ഞാൻ എവിടെ കൊണ്ട് വെക്കും? ഞാൻ ഇതിന്റെയൊക്കെ ശാപം എവിടെ കൊണ്ട് വെക്കും? ഞാൻ നിലവിലെ തൃശ്ശൂർ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് റേഞ്ചർ വിഭാഗത്തിന്റെ DC ആണ്, ഡിസ്ട്രിക്ട് കമ്മീഷണറും കൂടിയാണ്. 4 സംസ്ഥാന അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. മാളുവിന് എന്തൊക്കെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്? മാളു, എനിക്കിപ്പോ ഏറ്റവും കിട്ടിയ വലിയ അവാർഡ് എന്ന് വെച്ചതേ ഫൺസ് അപ്പോൺ ടൈം ഫോർ ഗേൾസ് ഓൺലിക്കുള്ള ഒരു എൻട്രി. ഗോൾഡൻ എൻട്രി ആയിരുന്നു. സാധാരണ ഇങ്ങനെ അവാർഡുകളൊക്കെ കിട്ടുന്ന ആൾക്കാർ പിന്നെ ഓരോ സ്റ്റെപ്പ് കയറുന്തോറും മറ്റു പലയിടത്തോട്ടും പോകാൻ മടി കൂടി വരികയാണ് ചെയ്യുന്നത്. എനിക്കത് കിട്ടിയതാ, പിന്നെ ഞാൻ എന്തിനു പോകണം? എനിക്ക് ഇത് കിട്ടിയതാ, പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നൊക്കെ ചിന്തിക്കാറാണ് പതിവ്. പക്ഷെ എനിക്കെന്ന് വെച്ചാൽ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോ പലയിടത്തും പോയി കഴിഞ്ഞാല് ഞാൻ ആദ്യമേ എന്റെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കണ്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വലിയ അറിവൊന്നുമില്ല. അപ്പൊ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോന്നും പഠിക്കുക, അത്രേ ഉള്ളൂ. കല്യാണം കഴിച്ചാ? അയ്യോ, കല്യാണം കഴിച്ചു, 2 കുട്ടികളുണ്ട്. 2 അവാർഡ് കിട്ടി. എന്നിട്ടാണ്. നിങ്ങളുടെ പേര്? ആദ്യനാഥ് അഭിജിത്ത്. ആദ്യനാഥ്. ഓക്കെ, നൈസ്. ടീച്ചർ എന്താണ് പെട്ടെന്ന് സ്റ്റാൻഡപ്പ് കോമഡിയിലേക്ക് കടക്കണം എന്ന് ചിന്തിച്ചേ? ഞാൻ 2017 മുതൽ ഓട്ടംതുള്ളല് പഠിച്ചു തുടങ്ങി. സ്റ്റാൻഡപ്പ് കോമഡിയിൽ കുറച്ചും കൂടിയും അത് ചാക്യാർ കൂത്തിനാ.
അപ്പൊ ചാക്യാർ കൂത്താണ് ശരിക്കും സ്റ്റാൻഡപ്പ് കോമഡി Comedy, എന്ന് പണ്ടത്തെ കാലത്തെ നമ്മുടെ സംസ്കൃത നാടകങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള അങ്ങനെ പറയുന്നത്. അപ്പൊ ഞാനത് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ യുദ്ധഭൂമിയെങ്കിൽ ചീട്ട് കളിച്ചോണ്ടിരിക്കുന്നതായിട്ടുള്ള സമയത്തെങ്കിൽ യുധിഷ്ഠിരൻ പറയാ, എടോ ഭീമസേന ആ ക്ലാവറാസം കൂടെ തള്ളുകയെന്ന് പറഞ്ഞായിട്ടുള്ള സമയത്തെങ്കിൽ വാസുദേവ ക്ഷയ, അങ്ങനെ ക്ഷയം പിടിച്ചായിട്ടുള്ള നമ്മുടെ വാസുദേവൻ ഇങ്ങനെ ഒരു ഹീറോ ഹോണ്ട വയ്ക്കുമ്പോൾ റണ്ടൻ വരുന്നതായിട്ടുള്ള സമയത്തെങ്കിൽ അങ്ങോട്ട് നോക്കുക, ആരാ വരണേ? വില്ലൻ ശുംഭൻ ദുര്യോധനൻ. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അപ്പൊ കഥ റെഡിയാണ്. ടീച്ചറിന് അറിയാലോ, നമ്മുടെ ഇവിടുത്തെ രീതികളൊക്കെ അറിയാലോ. താത്തയുടെ കയ്യിൽ ഒരു കഥയുണ്ട്, കേൾക്കാം. താത്ത കഥ പറയട്ടെ. ഓക്കെ. ചട്ടമ്പികളായ ആങ്ങളമാർക്ക് ഒരേ ഒരു പെങ്ങൾ ദേവൂട്ടി. 5 വർഷം അവളുടെ പുറകെ പ്രേമിച്ച് പ്രണയിച്ച് നടന്നിട്ടും ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടാത്ത നായകൻ ശത്രു ആങ്ങളമാരുടെ കമ്പനിയിൽ ഒരു മാനേജരായി ജോലിക്ക് കയറുന്നു. ഒരു തവണ നായകൻ തൻ്റെ കൂട്ടുകാരുമൊത്ത് പശുവിൻ്റെ വേഷത്തിലെത്തി നായികയെ ദേവോ എന്നുറക്കെ വിളിച്ചു. ഇതറിഞ്ഞ ആങ്ങള എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നായകനെ പൊതിരെ തല്ലുന്നു. അത് നായകന് വലിയ നാണക്കേടായി. തിരിച്ചു തല്ലിയിട്ട് ഞാൻ ഈ ചെരുപ്പിടൂ എന്നവൻ ഉറക്കെ പ്രഖ്യാപിച്ച് ശപഥം ചെയ്തു. ഡോബർമാന്റെ കുണ്ടിയിൽ പടക്കം പൊട്ടിച്ച ക്രിസ്പിന്റെ കൂടെ തിരിച്ചു തല്ലാൻ ചെന്നപ്പോഴാണ് നായകൻ അറിയുന്നത് ആങ്ങള ജോലിക്കായി ദുബായിലേക്ക് പോയി എന്ന സത്യം. കാലിഫോർണിയയിലേക്ക് പോകുന്ന ഉരുവിൽ കയറിയാൽ ദുബായിലേക്ക് പോകാൻ കഴിയും എന്നുള്ള ഗഫൂർ ഖാന്റെ വാക്ക് വിശ്വസിച്ച് നായകൻ കൂട്ടുകാരുമൊത്ത് യാത്ര തിരിക്കുന്നു. എന്നാൽ തങ്ങൾ എത്തിയത് ദുബായിലല്ല മദ്രാസിലാണെന്നും ചതിക്കപ്പെട്ടു എന്ന സത്യവും അവർ തിരിച്ചറിയും. 3 സിനിമകളാണ്. ഏതൊക്കെ സിനിമയാണ് ടീച്ചർക്ക് മറ്റേ പിടുത്തം കിട്ടിയോ? എപ്പട്ടെ ഇതിന്റെ VCD എടുത്ത് കൈ കൊടുത്താൽ 3 ദിവസം കഴിഞ്ഞ് പറയാൻ പാകത്തിന് ടീച്ചർ നിൽക്കുന്നത്. എനിക്ക് തെങ്കാശി പട്ടണം, പിന്നെ അയ്യോ ദാസനും വിജയനും ഭഗവാനെ പേര്. അതെ അതെ പറയൂ. ദാസനും വിജയനും നാടോടുമ്പോൾ നടുവേ ഓടാ. നാടോടി കാറ്റ്. നാടോടിക്കാറ്റ്. 2 ടീച്ചർ എന്തെങ്കിലും പശുപതി. ഡോക്ടർ പശുപതിയോ? ഇല്ല, അത് ആ പശു ഉണ്ടായിരുന്നെങ്കിലും അത് പശുപതി അല്ല. അത് തെങ്കാശി പട്ടണത്തിലെ റബ്ബർ പശുവിനെ കുറിച്ചാണ് കവി ഉദ്ദേശിച്ചത്. 2 കഥ മനസ്സിലായി. പിന്നെ ഒരു പ്രതികാരത്തിന്റെ കഥയാ ചെരുപ്പൂരിയത്. അതും ലാലേട്ടന്റെ പടം. ഓഡിയൻസിന് ആർക്കെങ്കിലും അറിയാം? ഓഡിയൻസിന് ആർക്കെങ്കിലും സിനിമ ഏതാന്ന് മനസ്സിലായോ? ഒരു മിടിക്കും മൈക്ക് കൊടുക്ക്. മഹേഷിന്റെ പ്രതികാരം. അവളുടെ പേരെന്താ? അർച്ചന. വെരി ഗുഡ്. അർച്ചന പറഞ്ഞത് യു ആർ സെലക്ടഡ്. അപ്പോൾ ഈ സെഗ്മെന്റ് കഴിയുമ്പോഴത്തേക്കും 2 സിനിമകളുടെ കറക്റ്റ് ആയിട്ട് പേര് പറഞ്ഞിരിക്കുന്നത് മാളുവാണ്. സോ മാളുവാണ് ആദ്യം പെർഫോം ചെയ്യുന്നത്. ഓക്കെ ടീച്ചർ രണ്ടാമത്. ഹലോ ഹായ്, ഞാൻ മാളു വിനീഷ്, ഗുരുവായൂർ. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ മരണപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കൂടെ കൂട്ടാൻ പറഞ്ഞാൽ ആരെ കൂട്ടും? ഓക്കെ, നിങ്ങളിപ്പോൾ കല്യാണം കഴിച്ച ഒരു വ്യക്തിയാണെങ്കിലേ നിങ്ങൾക്ക് ഒരാളെ കൂടി സ്വീകരിക്കാമെന്ന് പറഞ്ഞാൽ ആരെ സ്വീകരിക്കും? ഇങ്ങനെ ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യം ചോദിക്കുന്ന 2 ടീംസ് ഉള്ളൂ. ഒന്ന് ഇൻസ്റ്റാഗ്രാമിലെ ട്രോൾസും മറ്റേത് നമ്മളെ പെരട്ട കൂട്ടുകാരും. എൻ്റെ അറിവിലെ ഈ സൗഹൃദം എന്ന് പറഞ്ഞാൽ 2 ടൈപ്പാണ്. ഒന്ന് സീസൺ വഴിയും ഒന്ന് റീസൺ വഴിയും. ഈ സീസൺ വഴി എന്ന് പറഞ്ഞാൽ ഒരു 1000 രൂപ എടുക്കണ്ട, തിങ്കളാഴ്ച തരാം. അഥവാ നമ്മൾ പുള്ളിക്കങ്ങാനും പൈസ കൊടുത്താ ആറ്റുകാൽ രാമകൃഷ്ണ കബഡി നടത്തിയ പോലും പിന്നെ ആ പുള്ളിനെ കാണാൻ പറ്റില്ല. അടുത്ത സീസണിൽ നോക്കിയാൽ മതി. ഈ റീസൺ കാരണം നമ്മളെ വിശ്വാസം വീട്ടുകാർക്ക് നമ്മളെ ഏതെങ്കിലും പെരട്ട കൂട്ടുകാരായിരിക്കും. അവളുടെ പേര് പറഞ്ഞ് മാത്രം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ട്. എല്ലാവരും TV കാണുന്ന ആൾക്കാരല്ലേ. നമ്മൾ ഈ പരസ്യത്തിൽ കണ്ടിട്ടില്ലേ പേസ്റ്റിൽ ഉപ്പുണ്ടോന്ന്? അതൊക്കെ ഇപ്പോ സൗഹൃദത്തിൽ പ്രണയം ഉണ്ടോന്ന് ചോദിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പൊ ഇവിടെ ആരിപ്പോ വയസ്സായിട്ടുള്ളത്? താത്തനെ പിന്നെ കുട്ടൂല. അപ്പൊ ഈ വയസ്സായിട്ട് ഇല്ലാത്ത കാരണം ഞാൻ എൻ്റെ അച്ചാച്ചൻ്റെ ഒരു കാലഘട്ടത്തെ പറയാം. അന്നൊക്കെ ആദ്യം പ്രണയം, പിന്നെ സൗഹൃദം. കേട്ടിട്ടില്ലേ?
ചേട്ടാ ഇനി നമുക്കിനി അങ്ങനൊന്നും വേണ്ട കേട്ടോ, ഇനി നമുക്ക് ഫ്രണ്ട്സ് ആവാം. അതൊക്കെ ഇപ്പൊ ആദ്യം സൗഹൃദം, പിന്നെ പ്രണയം, പിന്നെ ബ്രേക്കപ്പ്. അഥവാ കാർഡ് ഇട്ടങ്ങാനും സ്ക്രാച്ച് ചെയ്താ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, ഗൂഗിൾ പേ ഓപ്ഷൻ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. നമ്മുടെ സൗഹൃദത്തിലെ ഏറ്റവും വലിയ പങ്ക് നമ്മുടെ വീട്ടുകാർക്കുണ്ട്. സാധാരണ വല്ല കൊള്ളിക്കൊമ്പൊക്കെ എടുത്തിട്ട് നമ്മള് കാക്ക, കോഴി, മാങ്ങ ഇതിനൊക്കെ അറിയാം. പക്ഷെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ അറിയുന്നത് എൻ്റെ അനിയൻ്റെ കൂട്ടുകാരിയാണ്. എന്താ പറയാ, നമ്മളെ ഈ കയ്യും കാലും മുളച്ചവെന്നൊക്കെ പറയില്ലേ, എന്തിനു കൈയും കാലം കുരുത്തം കെട്ടവന് കൈയും കാലം മുളച്ചവെന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് അവരെങ്കിലും എൻ്റെ അമ്മയ്ക്ക് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നുള്ള തത്വം പിടിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് കൂട്ടുകാരൊന്നും ഇല്ലേന്ന്. ഉണ്ട്. നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവും ഏതെങ്കിലും ഒരു വെറൈറ്റി സ്വഭാവമുള്ള ഒരു പീസ്. ഞാൻ പഠിക്കുന്ന കാലത്ത് ഈ സാഹിത്യത്തിൽ മാത്രം സംസാരിക്കുന്ന ഒരു കൂട്ടുകാരി എനിക്കുണ്ട്. അവള് അന്ന് അവളെ ലവറിനെ വിളിച്ചു പറഞ്ഞു, എടാ നിന്റെ സ്നേഹം എൻ്റെ വയറ്റിലുണ്ടെന്ന്. അന്ന് ഫോൺ എടുത്തത് അവൻ്റെ അച്ഛനായിരുന്നു. അടിപിടി തൊഴിൽ എന്ന് പറഞ്ഞ സകലമാന കാര്യവും കഴിഞ്ഞ് ലാസ്റ്റ് അറിഞ്ഞത് എന്താ, അവൻ സ്നേഹത്തോടെ കൊടുത്ത ഡയറി മിൽക്ക് തിന്നത് സാഹിത്യപരമായി പറഞ്ഞതാണിത്. ഞാൻ വിചാരിച്ചു അവൾക്ക് ഒരുപാട് മാറ്റേണ്ട വർഷങ്ങളായില്ലേ. കഴിഞ്ഞ ദിവസം അവള് പറയാണ്, എടി ടിക്കറ്റ് എടുക്കാതെ ട്രെയിൻ കയറിയതിന് ഫൈൻ അടിച്ച TTRI ലൈൻ അടിച്ച വ്യക്തിയാണ് ഇവള്. ഇപ്പൊ ഒരാഴ്ചയായിട്ട് കൃഷ്ണകുടിയിലെ പ്രണയകാലത്ത് എന്ന് പറഞ്ഞ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അത് സിൻസിയറാന്ന്. ഒരിക്കലില്ല, അവളത് കണ്ടിന്യൂറ്റ് കൊണ്ടുവന്ന് തോന്നുന്നില്ല. കാരണം പുള്ളിക്കാരി ഗൂഗിൾ പേ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്ന ആളാണ്. ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം. എൻ്റെ പണ്ടത്തെ ഇപ്പോഴത്തെ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും അന്ന് ഞങ്ങൾ തൃശ്ശൂർ ഭാഷയിൽ പറയുകയാണെങ്കിൽ തുപ്പലടിച്ച് ജീവിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ചുമ്മാ വളവള സംസാരിക്കണത്. ഇപ്പൊ ഇത്രയും കാലമായിട്ട് എനിക്കൊരു മാറ്റില്ല എന്നുള്ള തെളിവാണ് ഞാൻ ഇപ്പോഴും നിങ്ങളെ മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ ഷിഹാബ് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു, ഡേ ഞാൻ ഗൾഫിലാണ്, ഞാൻ ഒരു ഫിലിപ്പീനെ കെട്ടി ജീവിക്കാന്ന്. ഇംഗ്ലീഷ് ഭാഷ ചൊവ്വയും ചെയ്യില്ല, വായിക്കാനും പറയാനും അറിയാത്ത ആള് ഫിലിപ്പീനെ കെട്ടി ജീവിക്കണ്. എടാ ഞാൻ ചോദിച്ചു, നിനക്ക് ഇംഗ്ലീഷൊക്കെ അറിയോ, ഫിലിപ്പീന് ഭാഷ ഒക്കെ അറിയാൻ ചോദിച്ചപ്പോൾ അവൻ പറയാം, ചവർ കൂട്ടിയിട്ട് പോലും ഇപ്പൊ ഞാൻ ഇംഗ്ലീഷ് പറയില്ല പറക്കിയിട്ട്, പക്ഷെ ഫിലിപ്പീന് ഭാഷ പഠിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു, എടാ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് റൊമാൻസിന് എന്തിനാടി ഭാഷ? പിന്നെ എനിക്കങ്ങനെ ദേഷ്യം വരുമ്പോ ഞാൻ അവളെ മലയാളത്തിൽ തെറി പറയും, അവള് ഫിലിപ്പീനും തെറി പറയും. പിന്നെ ഞങ്ങൾക്ക് തമ്മിൽ ഭാഷ അറിയാതുകൊണ്ട് പ്രത്യേകിച്ച് വിഷമമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇവരെ ഇതൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, ദൈവമേ അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സുകൾക്കും അപ്പൊ എന്ത് ചെയ്യായിരിക്കും? നിഷ, സരിത, ജിൽജോ, അമീർ എന്ന് പറഞ്ഞ സകലമാന കൂട്ടുകെട്ടുകളും പറക്കിക്കൂട്ടി ഒരു +2 കൂട്ടായ്മ ഗ്രൂപ്പ് ഞാൻ ഉണ്ടാക്കി. ആദ്യമൊക്കെ അതിലെ സുഖവിവരം കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് അത് പറക്കുന്ന പ്രാവിന്റെ ഗുഡ് മോർണിംഗ് ആയി. പിന്നീട് അത് കൂട്ടിലടച്ചിട്ടുള്ള തത്തയുടെ ഗുഡ് നൈറ്റ് ആയി. ഇപ്പൊ ഒരു ഡൊണേഷൻ ഗ്രൂപ്പായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ആ ഗ്രൂപ്പില് ഞങ്ങളുടെ ഒരു കൂട്ടുകാരി മെസ്സേജ് അയച്ചു, ഡി എൻ്റെ 4ാമത്തെ പ്രസവമാണ്, എൻ്റെ ഭർത്താവിന് ജോലിയൊന്നുമില്ല, ഞങ്ങളെ സഹായിക്കണം എന്ന്. നമ്മളെ കൂട്ടുകാരിയാണേ, ചേട്ടൻ സഹായിക്കണ്ടേ? അപ്പോൾ ഞങ്ങളെല്ലാം പൈസ പിടിപ്പിച്ചു, സഹായിച്ചു. ആ പുള്ളിക്കാരി ഈ വർഷം പറയാണ്, എടി എൻ്റെ 5ാമത്തെ പ്രസവമാണ്, എൻ്റെ ഭർത്താവിന് ഒരു പണിയില്ല, നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന്. ഇതിന് മറുപടി പലതും പറയാണ്ട്, പക്ഷെ ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കാനുള്ള ഓപ്ഷൻ അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതോടുകൂടി ഞാൻ ആ സൗഹൃദം അവിടെ നിർത്തി. പിന്നെ എൻ്റെ ആകളൊരു പ്രതീക്ഷ പുന്നയൂർ ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് കുടുംബശ്രീ പ്രതീക്ഷ കുടുംബശ്രീ ചേച്ചിമാരായിരുന്നു. ഞങ്ങളുടെ വീട്ടിലാണ് ഈ ഞായറാഴ്ച ഈ കുടുംബശ്രീ വയ്ക്കുന്നത്. അപ്പൊ അതിലുള്ള പിരിവും ചർച്ചകളും കാരണം പെണ്ണുങ്ങളെ കലപ്പില കാരണം എൻ്റെ ചേട്ടൻ പറയും, എനിക്ക് ഈ പെണ്ണുങ്ങളെ സൗണ്ട് ഒന്നും കേൾക്കാൻ പറ്റില്ല എന്നാണ് പുള്ളിയാണ് വണ്ടി എടുത്താണ്ട് പോകും. ഈ മനുഷ്യൻ പുള്ളിയുടെ 10ാം ക്ലാസ്സിലത്തെ കൂട്ടസമ്മേളനം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സ്കൂളിലേക്ക് വിളിച്ചോണ്ടായി. എൻ്റെ ചേച്ചി കേൾക്കണം, 10-30 പെണ്ണുങ്ങളുടെ നടുക്കെ കൈ നോക്കാൻ കാക്കാനും കുത്തിരിക്കണം പോലെ ഒറ്റയിരിപ്പ്, എന്നിട്ട് പെണ്ണുങ്ങളെ കലപ്പില വർത്താനം. ഇതിനും ഭേദേ ഞങ്ങളെ കുടുംബശ്രീ ഏരിയാസാ. ഈ സൗഹൃദമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ പുള്ളിക്ക് ഭയങ്കര മാറ്റം. എന്ന് വെച്ചാൽ നമ്മൾ സൂര്യൻ കാലത്ത് ഉദിക്കുമ്പോൾ അസ്തമിക്കണ വരെയുള്ള ഒരു മാറ്റം ഉണ്ടല്ലോ, അതേപോലെ പുള്ളിയുടെ വാട്സപ്പ് DP നോക്കിയാൽ കാലത്ത് മാനത്ത് നോക്കി നിൽക്കണത്, ഉച്ചയ്ക്ക് ഒരു കൈ താടിക്ക് കൊടുത്തിക്കണത്, വൈകിട്ട് പുറം തിരിഞ്ഞു നിൽക്കണത്. ആരെ കാണിക്കാനാണ്? ഉള്ള കാര്യം പറയല്ലോ, എൻ്റെ ചാറ്റ് വാട്സപ്പ് സ്റ്റാറ്റസും നമ്മളെ ഷോ ഡയറക്ടർ ഹരിസാറിന്റെ വാട്സപ്പ് സ്റ്റാറ്റസും ഒരുപോലെയാണ്. കുർള എക്സ്പ്രസിനുണ്ടാവില്ല ഇത്രയധികം പോകികള്. ഇങ്ങോട്ട് പോലെ ഈ മനുഷ്യൻ സ്റ്റാറ്റസ് ഇടുന്നേ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്ന് റേഷൻ കടയിൽ പോയിട്ട് അരി വാങ്ങിക്കൂ. ചേട്ടൻ അപ്പൊ സ്റ്റാറ്റസ് ഇട്ടു, എന്താ ഭക്ഷ്യധാന്യങ്ങളുടെ നാട്ടിലേക്ക് ഒരു യാത്ര. ഇത് കണ്ടു കഴിഞ്ഞാൽ പുള്ളി ആന്ധ്രാപ്രദേശിലോട്ട് പോയി അരി വാങ്ങി കൊടുക്കാൻ വന്നു. എങ്ങോട്ടാ? റേഷൻ കടയിൽ അരി മണ്ണെണ്ണ വാങ്ങിക്കാൻ പോവാ.
നേരം വെളുത്താ പോലും അറിയാത്ത മനുഷ്യൻ ഇപ്പൊ സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് അലാം വെച്ചിട്ട് ഗ്രൂപ്പിൽ ഗുഡ് മോർണിംഗ് വിടും. എന്നോട് പോലും ഇന്നേരം ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടില്ല. ഞാൻ തന്നെ സൂര്യനെ കണ്ട് എണീറ്റോളണം. അപ്പൊ ഞാനത് ചോദിച്ചപ്പോ പുള്ളി പറയാണ് നിനക്ക് സംശയമാണ് എന്ന്. ഇപ്പൊ എന്തിനു പറയുന്നു? സംശയം ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. ചേട്ടൻ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു. ഇപ്പൊ പുള്ളിക്കും സൗഹൃദമല്ല, എനിക്കും സൗഹൃദമല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ ഫോണിലൊരു ഗ്രൂപ്പ് ഞാൻ കണ്ടു. താത്ത എന്താണെന്നറിയൂ? വൺസ് ഓപ്പൺ ടൈം സീസൺ 4 ഗേൾസ് ഓൺലി. ഞാൻ ചോദിച്ചു ഇതേ പറഞ്ഞ ഈ ഗ്രൂപ്പ്. അപ്പൊ പറയാ എനിക്കും സൗഹൃദമല്ല നിനക്കൂല. എന്നാ പിന്നെ അവിടെയുള്ള പിള്ളേരെങ്കിലും കൂട്ടിയിട്ട് നമുക്കൊന്ന് സൗഹൃദത്തിലായാലാ? പിന്നെ എന്തിന്? അല്ല, കണ്ടന്റ് ഡിസ്കഷൻ. സത്യത്തില് ഞാൻ ഇങ്ങോട്ട് വരാനുള്ള ഡേറ്റ് ഞാൻ മറന്നാലും പുള്ളി അത് ഓർത്ത് തലേദിവസം തന്നെ എന്റെ തുണിയൊക്കെ പറക്കി കൂട്ടി ഉറക്കൊളിച്ചിരുന്ന് കാലത്ത് ചായ ഉണ്ടാക്കി വണ്ടിമ കയറി കുത്തിരിക്കും. എനിക്ക് കുളിച്ച് വണ്ടിമ കയറിയിരുന്നാ മതി. പുള്ളിക്ക് ഇങ്ങോട്ട് വരുമ്പോ എന്തോ ലേഡീസ് ഹോസ്റ്റലിലേക്ക് നുഴഞ്ഞു കയറുന്ന ഒരു ഫീലാ. ഒന്നും തോന്നരുത് കേട്ടോ. എനിക്ക് രമേശ് ചേട്ടനോടും നമ്മളെ ടീംസിനോടൊക്കെ പറയാനുള്ള എനിക്ക് തോന്നുന്നു ഇത് രചനേച്ചിക്കും ഡയാനയ്ക്കും താത്തയ്ക്കൊക്കെ ഉള്ളൊരു പറയാനുള്ള ഒരു ആഗ്രഹമാണ്. എന്തായാലും ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ സൗഹൃദം വേണം, പെണ്ണുങ്ങൾക്ക് ആണുങ്ങളും സൗഹൃദം വേണം. എന്നാ പിന്നെ അടുത്ത പ്രാവശ്യം കുറച്ച് ആൺപിള്ളേരെ ഇങ്ങോട്ട് കൊടുന്നാലേ വേണ്ടേ? ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനൊരു ഇൻട്രസ്റ്റ്. താങ്ക് യു. അപ്പൊ ഒരു പുതിയ നിവേദനം ലഭിച്ചിരിക്കുകയാണ്. സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ആക്കാൻ പറ്റില്ല, ഒരു ജെൻസ് കൂടി മിക്സ്ഡ് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇത് നീ പറഞ്ഞ് പറയിച്ചതാണോ എന്ന് വരെ ഞാൻ സംശയിക്കുകയാണ് ഇവിടെ. ആണാണ് താത്ത ഫസ്റ്റ് വാട്സപ്പ് പിടിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് ധ്യാന പറഞ്ഞപ്പോ പറയിക്കുന്നതാണെന്നുള്ളത്. ഇവിടെ ഈ പണ്ടൊരു പടത്തില് പൃഥ്വിരാജ് വനിതാ കോളേജിൽ ജീവിച്ച മാതിരി ഇവൻ ഇവിടെ ജീവിക്കാനുള്ള അതെ 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 അതിന്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട്. അതാ ശരിക്കും ആർക്കാ ഉള്ളത്. അതെ. അപ്പൊ എത്ര ഫീഡ്ബാക്ക് അറിയാലോ? മാളു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മാളുവിന്റെ പ്രകടനം, അതിന്റെ ക്ലൈമാക്സ് കൊണ്ട് നിർത്തിയതും അത് പോയ വഴികളും എല്ലാം നല്ല രസമുള്ളൊരു അവതരണം തന്നെയായിരുന്നു മാളുവിന്. ഈ സാഹിത്യപരമായിട്ട് പറയുന്ന എന്ന് പറഞ്ഞല്ലോ, ഡയറി മിൽക്ക് വയറ്റിൽ കിടന്ന കഥ പറഞ്ഞപ്പം നിന്റെ എന്താ പറയുക, നിന്റെ സ്നേഹം എൻ്റെ വയറ്റിലുണ്ട് എന്ന് പറഞ്ഞ പോലെ ചിലര് ഈ സാഹിത്യമായിട്ട് പറഞ്ഞിട്ട് വലിയ അപകടം പറ്റും. അതായത് ഒരാള് ബാങ്കിൽ ക്ലർക്കായിരുന്നു, അത് മൂത്ത് അക്കൗണ്ടന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളി മാനേജറായിട്ട് പുള്ളിക്ക് പ്രൊമോഷൻ കിട്ടി. അപ്പോൾ പുള്ളി മാനേജറായപ്പോൾ പുള്ളിക്ക് അത് വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറയണം. ഓടി ചെന്നിട്ട് ഞാൻ മാനേജറായി എന്നൊക്കെ പറയുന്നതൊന്നും പുള്ളിക്ക് ഒരു മനസ്സിലൊരു സന്തോഷം കിട്ടുന്നില്ല. അതിനെങ്ങനെയെങ്കിലും ഒരു ബിൽഡപ്പും ഒരു രസമൊക്കെ കൊടുക്കാൻ വേണ്ടി സന്ധിക്ക് ഇന്ന് വീട്ടിൽ ചെന്ന് ഇരുന്ന് ഭാര്യയും വന്നിരുന്നു, അടുത്ത് വന്നിരുന്നു. എടി, ഞാനൊരു സർപ്രൈസ് പറയാൻ പോവാണ്. ഇന്നലെ വരെ നിന്റെ കൂടെ അക്കൗണ്ടന്റ് ആണ് കിടന്നതെങ്കിൽ ഇന്ന് രാത്രി നിന്റെ കൂടെ നമ്മുടെ ബാങ്കിന്റെ മാനേജർ അടക്കാൻ പോണേന്ന് പറഞ്ഞു. ചപ്പാത്തി പരത്തിക്കൊണ്ടിരുന്ന കോലെടുത്ത് തലക്കിട്ട് ഒറ്റ അടി കൊടുത്തിട്ട് പൂക്കളഞ്ഞ് പുള്ളിക്കാരത്തി സാഹിത്യച്ചിരി കൂടി പോയതാ. അല്ല, ഇതുപോലെ വേറൊരു കഥയുണ്ട്. അതായത് ഈ നഗ്ന സന്യാസിമാര് ജീവിക്കുന്ന ഒരു സ്ഥലം. ഇൻട്രസ്റ്റ് നഗ്ന സന്യാസിമാര് ജീവിക്കുന്ന ഒരു സ്ഥലം. അപ്പൊ അവിടെ ഒരു വലിയ ഒരു പള്ളിയിലച്ഛനെ ക്ഷണിച്ചു അവിടത്തേക്ക്. അപ്പൊ ഈ പള്ളിയിലച്ഛൻ വിചാരിച്ചു നമ്മൾ അവിടെ എല്ലാവരും നഗ്നരായിട്ടല്ലേ ജീവിക്കണേ, അപ്പൊ ഞാൻ മാത്രം ഇതൊക്കെ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോണത് ശരിയല്ലോ എന്ന് വിചാരിച്ചു. പുള്ളി നഗ്നനായിട്ട് ചെന്നു. അപ്പൊ അവരെന്ത് വിചാരിച്ചെന്നറിയാമോ? നമ്മളെല്ലാ ദിവസവും നഗ്നരായിട്ട് നടക്കുക. ഇന്നൊരു പള്ളിയിലച്ഛൻ പറഞ്ഞാൽ ഇന്നും ഒക്കെ ഉടുപ്പിടാം. അവരൊക്കെ ഉടുപ്പിട്ടപ്പോ ഈ പള്ളിയിലച്ഛൻ അതൊന്ന് ചിന്തിച്ചു നോക്കും. രചന, how was it? മാളു നല്ല രസകരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു മാളുവിന്റെ. എനിക്ക് അതിലും ഉപരിയായിട്ട് സന്തോഷം തോന്നിയത് മാള് മൊത്തത്തിലൊന്ന് മാറി അല്ലേ? മാളിന്റെ ഗെറ്റപ്പ് മാറി, ആ വേ ഓഫ് പ്രസന്റിങ് യുവർ സെൽഫ് മാറി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി നമ്മളിങ്ങനെ ഒരു ഷോയിൽ വരുമ്പോൾ നമ്മളെ തന്നെ പ്രസന്റ് ചെയ്യുന്ന രീതി, അതിനൊരു കൺഗ്രാറ്റുലേഷൻസ് ആദ്യം. ഒപ്പം ഒരു തൃശ്ശൂർ ഭാഷ പറഞ്ഞല്ലോ, എന്തായിരുന്നു? തുപ്പലടിച്ച് ജീവിക്കുക. എന്താ? തുപ്പലടിച്ച് ജീവിക്കുക, വളവളാന്ന് പറയാ. കേട്ടിട്ടുണ്ട്. ഞങ്ങള് ഇഞ്ചമ്പുളി ഡാവ് ഇങ്ങനെയൊക്കെ ഉടുപ്പിട്ടിരിക്കുന്നേ ഉള്ളൂ. തുപ്പലടിച്ച് ജീവിക്കുകയായിരുന്നു ഈ അടുത്ത കാലം വരെ. ഇഞ്ചമ്പുളി ഡാവ്. ഇഞ്ചമ്പുളി ഡാവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡാവ് എന്ന് പറഞ്ഞ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ആള്, അത്രേ ഉള്ളൂ.
അപ്പൊ പെട്ടെന്ന് ആ വാക്ക് കേട്ടപ്പോൾ തൃശ്ശൂർ ഭാഷ ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങൾ ഓർമ്മ വന്നു. അതുപോലെ തൃശ്ശൂർക്കാര് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴുള്ള കുറേ കാര്യം, ഇംഗ്ലീഷിന്റെ ഒരു പറക്കി കൂട്ടിയിട്ടേ അക്ഷരങ്ങള് പറഞ്ഞ പോലെ. അതെ അതെ, അതൊക്കെ വളരെ രസകരമായിട്ട് തന്നെ മാളു പ്രസന്റ് ചെയ്തു. മാളുവിന്റെ പെർഫോമൻസ് ഫസ്റ്റ് ഓഫ് ഓൾ ഗംഭീരമായിരുന്നു, നല്ല എനർജി ഉണ്ടായിരുന്നു. റിസൾട്ട് എന്താന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് പെർഫോമൻസ് കണ്ടതിന് ശേഷം അറിയാം. ഓക്കെ, നമ്മുടെ അടുത്ത മത്സരം കാണാം. വി ഹാവ് കണ്ടസ്റ്റന്റ് കാതറീൻ ഫ്രം തൃശൂർ. നമസ്കാരം, ഹായ്, ഞാൻ കാതറീൻ, പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു റിട്ടയേർഡ് HM ആണ്. നിലവിൽ തൃശ്ശൂർ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ റേഞ്ചർ വിഭാഗത്തിൻ്റെ ഡിസ്ട്രിക്ട് കമ്മീഷണറും കൂടിയാണ്. സാധാരണ റിട്ടയേർഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു 2ാം ഹണിമൂൺ എന്നാണ് ഒരു വെപ്പുണ്ട്. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടല്ലോ, ഞങ്ങൾ രണ്ടാളും തമ്മിൽ, ഞാനും ഹസ്ബൻഡും തമ്മിൽ യുദ്ധമാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക എന്താ യുദ്ധം എന്ന്. രാവിലെ ബെഡ് കോഫി തന്നെ എടുത്ത് കുടിച്ചിരുന്ന ആളാണ്. ഇപ്പോൾ റിട്ടയർ ചെയ്തപ്പോൾ പറയാം, ബെഡ് കോഫി ആദ്യം എനിക്ക് നായ്ക്ക് കൊടുക്കുക, പിന്നെയാണ് എനിക്ക് വേണ്ടോ. അത് കഴിഞ്ഞാൽ പാല് കൊടുത്താൽ പറയാം, ആദ്യം നീ നായ്ക്ക് കൊടുത്തുവോ, എന്നിട്ട് മതി എനിക്ക്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം നായ്ക്ക് കൊടുക്കണം, എന്നിട്ടും മതി എനിക്ക്. അപ്പം എനിക്കിങ്ങനെ ഒരു സംശയം തോന്നാറുണ്ട്, നിങ്ങളാണോ നായണെ കെട്ടിയിരുന്ന്? അങ്ങനെ മീൻകറി വെച്ച് കൊടുത്താൽ പറയേ, നിനക്ക് കുറച്ച് കൊടമ്പുളി ഇട്ട് പറ്റിച്ച് വെച്ചൂടെ. ഇതുപോലെ മീൻ പറ്റിച്ച് വെച്ച് കൊടുത്താൽ പറയും, നിനക്ക് ഇതുകൊണ്ട് കുത്തിപ്പൊരി ഉണ്ടാക്കിയൂടെ. ഇതുപോലെ സാമ്പാർ വെച്ച് കൊടുത്താൽ പറയേ, എനിക്കൊരു എരുളി ഉണ്ടാക്കിയൂടെന്ന്. ഇങ്ങനെ ഞങ്ങൾ തട്ടിമുട്ടിയും പോണു. ഈ സമയത്താണ് എൻ്റെ 1ാം ഹണിമൂണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. കൊച്ചിലെ മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു കോളേജ് ടീച്ചറൊക്കെ ആവണമെന്ന്. അങ്ങനെ ഈ അമ്മയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നല്ല മാർക്കുണ്ട്. പക്ഷെ അപ്പം പറഞ്ഞേ BEdന് പറഞ്ഞയക്കാനുള്ള സാഹചര്യമൊന്നുമില്ല. പറഞ്ഞു, മോള് തൽക്കാലം വല്ല നഴ്സറി ട്രെയിനിങ്ങിന് പോക്കോ. അങ്ങനെ ഞാൻ നഴ്സറി ഇൻ്റർവ്യൂ ഒക്കെ ഭയങ്കര കേമാണ്. അപ്പം ഞാൻ ഈ PSC പുസ്തകമൊക്കെ അരച്ച് കല്ലയ്ക്ക് കൂട്ടിച്ചേട്ടാ പോയത് ഇവിടുന്ന്. അവിടെ ചെന്നപ്പോണ്ടല്ലോ നായ കുരയ്ക്കണത്, താറാവ് കരയണത്, ആട് കരയണത്, ഇതിലൊക്കെ ഞാൻ ശേഷം പരാജയപ്പെട്ടു. ഇപ്പം ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ഇനി കല്യാണമാണ്. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ എന്തായാലും കല്യാണമായി. അപ്പം എൻ്റെ അപ്പം പറയും, ഈ മോളെ 3 പറമ്പ് നിൻ്റെ ചേച്ചിമാരുടെ കല്യാണത്തിന് വിറ്റു, ഇനി ഒരു പറമ്പും കൂടി നമുക്ക് ബാക്കിയുള്ളോ, നീ ഒന്ന് സഹകരിക്കടി മോളെ എന്ന് പറയും. നിങ്ങൾ വിചാരിക്കേണ്ട എന്തൂട്ട സഹകരിക്കണേന്ന്. പൈൻ്റ് കുടിക്കാനല്ല ഇവിടെ സഹകരിക്കണത്, മിഷണറി ആയിട്ട് പോവാൻ. മിഷണറി ആയിട്ട് പോവാന്ന് പറഞ്ഞാൽ കല്യാണ ചെലവൊന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ 5 തലമുറയാണ്. കുറെ മെനക്കെട്ട കുറെ തള്ളാരും ഉണ്ട്, കുറെ തന്താരും ഉണ്ട്. ഇതില് സീനിയർ മോസ്റ്റ് ഒരു 144 അങ്ങോട്ട് പ്രഖ്യാപിച്ചു, ഇവിടെ ഒന്നും ഒരാളും മിഷണറി ആവും പോണ്ടാന്ന്. അതോടുകൂടി തീരുമാനമായി. കല്യാണാലോചനകൾ തകൃതിയായിട്ട് നടന്നു തുടങ്ങി. അങ്ങനെ തിങ്കളാഴ്ച പെണ്ണ് കാണാൻ വന്നു. ഈ പേരട്ട തള്ളാര് വീട്ടിലുണ്ട്. മാത്തുട്ടിയെ ആ പഞ്ചാംഗം കൊണ്ട് എടുക്കുക. പഞ്ചാംഗം നോക്കിയപ്പോൾ തിങ്കളാഴ്ചക്ക് തിട്ടില്ലാട്ടോ. അതോടുകൂടി അത് അവസാനിച്ചു. ഇനി ചൊവ്വാഴ്ച വന്നു. ഇതള്ളാരെന്നെ പഞ്ചാംഗം എടുത്തു, ചൊവ്വാഴ്ചക്ക് ചൊവ്വില്ലാട്ടോ. അപ്പോൾ തിങ്കളും ചൊവ്വയും അങ്ങനെ പെണ്ണ് കാണാൻ വരണ്ടെന്നായി. ഇനി ബുധനാഴ്ചക്ക് ബുദ്ധിയില്ല. ഇനി വ്യാഴം നമുക്കറിയാലോ, ആരും മുടക്കിയില്ലെങ്കിലും വ്യാഴം മുടക്കിയാണ്. അങ്ങനെ വെള്ളിയാഴ്ച നല്ലൊരു പ്രപ്പോസൽ വന്നു. വെള്ളിയാഴ്ച എടുത്തിട്ടു. ഈ പെരട്ട തള്ളാരവിടെ ഉണ്ട്. അവർ പറഞ്ഞു, വെള്ളിയാഴ്ചക്ക് വെളിവില്ലാട്ടോ, ഇത് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ പറയണ ഈ മുത്തശ്ശിക്ക് വെളിവില്ല എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി. പെറ്റങ്ങളെ കൊണ്ടുപോയിട്ട് അപ്പുറത്തൊരു മുറിയിൽ അടച്ച് പൂട്ടിയിട്ടു. അങ്ങനെ ശനിയാഴ്ചക്ക് ശരിയല്ല,
ഞായറാഴ്ചക്ക് ന്യായവും ഇല്ല. ഇതൊക്കെ കഴിഞ്ഞ അവസാനം വന്നൊരു ചെക്കനാണ് ഒരു പറച്ചാക്ക് കൊണ്ടച്ചോണം. എന്നെ കണ്ട വഴിക്കുണ്ടല്ലോ എൻ്റെ കിളി പോയി. 125 കിലോനാണ്. ഈ പാണ്ടി ലോറിയുടെ അടിയിൽപ്പെട്ട തവളയുടെ അവസ്ഥയാണ് എൻ്റെ. ഞാൻ അപ്പച്ചനോട് പറഞ്ഞേ, അപ്പച്ച എന്തുട്ടാ ഈ കാണിക്കണത്? എനിക്ക് ഗുസ്തി പിടിക്കാനല്ല ചെക്കനെ വേണ്ടത്, എനിക്കൊരു കല്യാണം കഴിക്കാൻ പറ്റിയ ചെക്കനെ വേണ്ടത്. അപ്പച്ചൻ പറഞ്ഞേ, എടി ഇന്നത്തെ കാലത്തൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെയുള്ള ചെക്കന്മാരനെയൊക്കെ കല്യാണം കഴിക്കുന്നത് നല്ലതാണ്. എന്താന്ന് വെച്ചാലേ നിങ്ങൾക്ക് ഈ പൂവാലന്മാരുടെ ശല്യമൊന്നും ഉണ്ടാവില്ല. ഒരു കണക്കിനുണ്ടല്ലോ. ഞാനത് ആലോചിച്ച് നോക്കിയപ്പോൾ നല്ലതാന്ന് തോന്നി. അങ്ങനെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് ഒരു വിവാഹം കഴിച്ചു. പിന്നെ ഫസ്റ്റ് നൈറ്റൊക്കെയാണല്ലോ, ഗംഭീരാണ് ഫസ്റ്റ് നൈറ്റ്. അതങ്ങനെ ഞാൻ ബെഡ്റൂമിൽ രാത്രി 11 മണിയാണ്. അപ്പം ജനാലയെക്കൂടെ ഒരു വിളി. അപ്പം ഞാൻ വിചാരിച്ചു ഫസ്റ്റ് നൈറ്റൊക്കെ അല്ലേ, എന്തെങ്കിലും സമ്മാനമൊക്കെ തരാനായിരിക്കും. അപ്പം എന്നോട് പറഞ്ഞു കാത് പിടിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ ഈ 1ാമത്തെ ദിവസം തന്നെ എന്താ അപരാധ ചെയ്തെന്ന് ഓടിച്ചെന്ന ആളുടെ കാല് പിടിക്കാൻ പോയി. ഇപ്പോൾ കാലല്ല കാത് പിടിക്കാനാ പറഞ്ഞേന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ കാത് പിടിച്ചു. എൻ്റെ കാതല്ല, ഈ ഉരുളിയുടെ കാതാ പിടിക്കാൻ. പണ്ടത്തെ ഉരുളിയുണ്ട്, വാർപ്പുരുളി എന്ന് പറയും. അതിൻ്റെ കാതന്നെ 2 കിലോ ഉണ്ട്. ഇത് പിറ്റേ ദിവസം കൊടുക്കുമ്പോൾ വാടക ഇരട്ടിയാവും. അപ്പം ഇന്ന് രാത്രി തന്നെ ഇത് കയറ്റി വിടണം. അപ്പം ഇതിൻ്റെ കാത് പിടിച്ചോടുകൂടി അന്ന് കിട്ടിയതാണ് പള്ളയ്ക്കൊരു പിള്ളല്. ഇത് വരെയും മാറിയിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പുകളൊക്കെ തയ്യാറാക്കി. എൻ്റെ കൂട്ടുകാർ മൂന്നാർ, ഊട്ടി, മൈസൂര്, കൊടൈക്കനാല് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ സ്ഥലങ്ങൾ അതുക്ക് മേലെയായിരുന്നു. എവിടെ? നമ്മുടെ തൃശ്ശൂരങ്ങാടിയായിരുന്നേ. ഇങ്ങേരുടെ കുഞ്ഞമ്മേരും മാപ്പിളേനെ കൊണ്ടുവച്ചിട്ടുള്ള സ്ഥലം തൃശ്ശൂരങ്ങാടിയിലായിരുന്നേ. അല്ലാണ്ട് ഞാൻ എന്താ പറയും ഇതിനൊക്കെ. അന്ന് ഞാൻ ഓർപ്പിച്ചു, ഈ മനുഷ്യനുണ്ടല്ലോ ഒരു സുമോ ഗുസ്തിക്കാരൻ്റെ ശരീരം മാത്രമുള്ളൂ, മനസ്സുണ്ടല്ലോ ജാമ്പുവാന്റെ കാലത്തെയാന്ന്. അങ്ങനെ ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പുകളിൽ ആദ്യം തന്നെ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലാണ് പോയത്. അവിടെ ഒരു 3 പ്രാവശ്യം കറങ്ങി. 3ാമത്തെ പ്രാവശ്യത്തിൽ ഞാൻ കറക്കം നിർത്തിയിട്ടാ. ആളിപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെന്തിനാണെന്ന് എനിക്കറിയില്ല. കല്യാണം കഴിഞ്ഞ് 10ാം മാസം ഉണ്ടല്ലോ അമ്മയായി. B.Ed കഴിഞ്ഞ് അധ്യാപികയായി. ഇനി ജോലി കിട്ടിയതാ എൻ്റെ കെട്ടിയോൻ പഠിച്ച സ്കൂളിൽ തന്നെ. അവിടെ ഒരു 5ാം ക്ലാസ്സിലാണ് എനിക്ക് ജോലി, ക്ലാസ് ചാർജ്. അവിടെ സയൻസാണ്, പകർച്ചവ്യാധി രോഗങ്ങളും അതിൻ്റെ ക്ലാസ്സാണ്. ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ പിള്ളേരോട് ചോദിച്ചു, മക്കളെ വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ, ടീച്ചർ പറഞ്ഞുതരാം. അപ്പൊ പിൻബെഞ്ചിലിരിക്കുന്ന ഒരു ചെറുക്കുണ്ടല്ലോ, ഒരു കോത്തുള്ളി ചെക്കൻ ചോദിക്കുക, ടീച്ചറുടെ ഒക്കെ നോണക്കുഴി എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, ഒരു അധ്യായം മുഴുവൻ തന്നെ പഠിപ്പിച്ചിട്ട് കിട്ടിയ ചോദ്യം ഉണ്ടത്. നിന്നെ ആരെങ്കിലും നോണക്കുഴിയിൽ എണ്ണെടുക്കാൻ വിട്ടുണ്ടോ അവിടേക്ക്? അവിടെ ഇരിക്കടാന്ന് പറഞ്ഞു. അവനവിടെ ഇരുത്തി. അത് കഴിഞ്ഞ് വേറെ ഒരുത്തൻ ശൗച് എന്ന് പറഞ്ഞിട്ട് ഓടി വന്നു. ഹിന്ദിയാണ് കുട്ടി സംസാരിക്കണത്. പണ്ട് ഈ ഗൂർഖകളുടെ കുട്ടികളൊക്കെ അവിടെ പഠിച്ചിരുന്ന ഒരു ഹിന്ദിയെ സംസാരിക്കുള്ളൂ. ഞാൻ ഈ ഇതിൻ്റെ അർത്ഥം ചോദിക്കാൻ ഹിന്ദി ടീച്ചർ അപ്പുറത്തെ ക്ലാസ്സിലേക്ക് ചെന്നു. അതിൻ്റെ അർത്ഥം ചോദിച്ച് മനസ്സിലാക്കി വരുമ്പോഴേക്കും ഇവിടെ ക്ലാസ്സിൽ 1, 2 ഒക്കെ സാധിച്ചു. ക്ലാസ് മൊത്തം കൊളായി. അങ്ങനെ ഇന്ത്യയിൽ എൻ്റെ ക്ലാസ്സിൽ ആദ്യമായിട്ടാണ് ആ പദ്ധതി നടപ്പിലായത്. ഏത് പദ്ധതിയാന്ന് നിങ്ങൾക്കറിയോ? എവിടെ ചിന്തിക്കുന്നുവോ അവിടെ ശൗചാലയം. അതാണ് എൻ്റെ ക്ലാസ്സിൽ നടപ്പിലായത്. എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു സ്നേഹനിധിയാണ്, നല്ലൊരു കലാകാരനാണ്, നാടകം സംവിധാനം ചെയ്യുന്ന ആളാണ്. എന്നെ ഈ 50 വയസ്സ് കഴിഞ്ഞപ്പോൾ ഓട്ടംതുള്ളലൊക്കെ പഠിപ്പിക്കാൻ വിട്ട് അങ്ങനെ സഹായിക്കുന്ന നല്ലൊരു കലാകാരനാണ്. ഇതിനൊക്കെയും പുറമെ അർത്ഥത്തോടെ തുപ്പ് തേക്കാത്തവനാണ്. ഇപ്പോ ഭയങ്കര റൊമാൻസാണ്. എന്താന്ന് വെച്ചാൽ ഞാൻ കറി വയ്ക്കുന്നിടത്തും
പാചകം അലക്കണോടത്തൊക്കെ ആളുടെ സാന്നിധ്യം ഉണ്ട്, വളരെ സ്നേഹവും താല്പര്യമൊക്കെയാണ്. പിന്നീടല്ലേ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ കാറ് ബ്രസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിന് ബാങ്ക് ഗ്യാരണ്ടി ഒപ്പിടണം, അതിനായിരുന്നു ഈ റൊമാൻസ്. അങ്ങനെ എൻ്റെ അധ്യാപനത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ എനിക്ക് 4 സംസ്ഥാന അവാർഡൊക്കെ ലഭിക്കുകയുണ്ടായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂ മാധ്യമങ്ങളും ചാനലൊക്കെ വന്ന് ഇൻ്റർവ്യൂ നടത്തി. അപ്പോൾ അവർ ചോദിച്ചു, ടീച്ചറെ, ടീച്ചർക്ക് കിട്ടിയ അവാർഡുകളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അവാർഡ് ഏതാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാലത്ത് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച ആ ഭർത്താവാണ് എൻ്റെ ഏറ്റവും വലിയ അവാർഡ്. താങ്ക് യു. നിങ്ങൾ റൗണ്ടിൽ കറങ്ങാൻ പോയത് ഏത് വണ്ടിയിലാ? ബൈക്കിലായിരുന്നു. ഓ അടിപൊളി. അപ്പൊ എന്തായാലും കഥകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ ശരിക്കും നടന്നു തന്നെയാണോ? അതെ. ആണല്ലേ? ഓ നൈസ്. രമേശേട്ടാ, ഇതെല്ലാം ഈ ഞങ്ങളെ അങ്ങ് മാറ്റി വേറൊരാളെ ഇരുത്തി കഥയിൽ ഇത് ജീവിതം എന്നും പറഞ്ഞ പരിപാടിയാക്കി വിട്ടാലും ഇത് ഓടും. അത്ര ജെനുവിനാണ്. അതെ അതെ അതെ, അത് വളരെ ജെനുവിനാണ്. അതിനകത്തെ ചില ആ തള, ആ ചെക്കൻ എന്നൊക്കെ പറയുന്ന ക്യാരക്ടേഴ്സിനൊക്കെ നമ്മൾ നമ്മുടെ എക്സ്പ്രഷനിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുക. അവൻ്റെ സ്വഭാവങ്ങളും കാര്യങ്ങളും എല്ലാം വളരെ ഗംഭീരമായിരുന്നു, നല്ല രസമാണ്. പിന്നെ ഈ സ്റ്റാൻഡപ്പ് കോമഡി അവതരിപ്പിക്കുന്നതിനകത്ത് ഒരു ക്രാഫ്റ്റ് ഉണ്ട്. ക്രാഫ്റ്റ് എന്ന് പറയുന്നത് കലയുടെ കൂടെയുള്ള മറ്റൊരു ഇനമാണ്. നമുക്ക് കലയുണ്ട്, കലാകാരനുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രസൻറ്റിങ് സ്കിൽ, ഒരു ക്രാഫ്റ്റ് ഉണ്ട്. ശരിക്ക് ആ ഒരു വഴികളിലൊന്നുമല്ല ടീച്ചർ അവതരിപ്പിക്കുന്നത്. ടീച്ചർ നമ്മുടെ വീട്ടിലൊക്കെ ചില അമ്മായിമാരൊക്കെ സന്ധ്യക്ക് കല്യാണത്തലേന്നൊക്കെ ഇരുന്ന് അലക്കുമല്ലോ, ഇരുന്ന് ബെഡായി അടിച്ച് ഇങ്ങനെ വിടുമല്ലോ, അതുപോലത്തെ ഒരു റൂട്ടിൽ പറയാണ്. എന്നാൽ ഇതങ്ങനെ വെറുതെ ഒന്ന് പോയി നോക്കിയേക്കാന്ന് ഓർത്ത് വന്ന് ഇവിടെ നിന്ന് പറഞ്ഞതല്ലെന്നും എനിക്കൊരു ബോധ്യമുണ്ട്. അതിനകത്തൊരു ഇണക്കും ഒരു കൊളുത്തും അതിൻ്റെ വളവുകളും തിരിവുകളും കുനിഷ്ടുകളും എല്ലാം കറക്റ്റായിട്ട് അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ വലിയ ഓർത്ത് പറയേണ്ടതായ ആവശ്യം വല്ല ഞായറാഴ്ച ചൊവ്വില്ല വെള്ളിയാഴ്ച ചെവില്ല എന്നൊക്കെ പറയുന്നിടം മാറ്റി നിർത്തിയ ബാക്കി എല്ലാം ഒരു അനുഭവത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് അതിലിങ്ങനെ പോവുകയാണ്. ഞാൻ ഏറ്റവും സംശയത്തോടെ കാണുന്നത്, ഇതിപ്പം ഈ കാണുന്ന ഭർത്താവ് എന്ത് എക്സ്പ്രഷൻ ഇടണം? പുള്ളിനെ പുകഴ്ത്തിയതാണോ കളിയാക്കിയതാണോ? ഇതെന്താ ഇടണ്ടേ? അവാർഡാന്നും പറയുന്നുണ്ട്, ഉപദേശിക്കാത്തവനെന്നും പറയുന്നുണ്ട്, നാടക സംവിധാനം ചെയ്ത മഹാനാന്നും പറയുന്നുണ്ട്, മഹാനല്ലെന്നും പറയുന്നുണ്ട്, ഇപ്പോഴും തൃശ്ശൂർ റൗണ്ടിൽ കിടന്ന് കറങ്ങുന്നുണ്ടെന്നും പറഞ്ഞു. അല്ല, അത് എനിക്ക് തോന്നിയത് ഒരു മനുഷ്യന് പല പല ഗുണഗണങ്ങൾ ഉണ്ടാവും, അതിനനുസരിച്ച് പല പല നെഗറ്റീവ് ഷെയ്ഡ്സ് ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കി ഒരുമിച്ച് കൊണ്ടുപോയി ഇപ്പോഴും ആൾ തന്നെയാണ് എൻ്റെ ഹീറോ, ഞങ്ങൾ അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് എന്നാണ് ടീച്ചർ പറയാൻ ഉദ്ദേശിച്ചത്. അത് മാത്രമല്ല, അതുകൊണ്ടൊന്ന് ഇവിടെ കൊണ്ടൊന്ന് വിറ്റല്ലോ. അതെ, ഗംഭീരമായി ടീച്ചറെ, സൂപ്പറായി. ടീച്ചറെ, ഒരു റിട്ടയർഡ് ഹണിമൂണിൽ നിന്നും തുടങ്ങി CP ആൻഡോ ചേട്ടനാണ് എൻ്റെ എല്ലാം 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 എന്ന് ടീച്ചർ പറഞ്ഞ ആ രീതി ഉണ്ടല്ലോ, ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, അത് വളരെ ഹൃദയസ്പർശിയായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ ഒരു കാര്യം പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന സമയത്ത് അതിൽ അനുഭവങ്ങളുടെ അംശം കൂടി കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്ത് അതിനൊരു ജെനുവിനിറ്റി ഉണ്ടാവും. ആ ജെനുവിനിറ്റി തന്നെയായിരുന്നു ടീച്ചറുടെ ഈ പ്രസൻറ്റേഷനിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതന്നെയാണ് ഏറ്റവും വലിയൊരു മാർക്ക് എന്ന് പറയുന്നതും. ഇങ്ങനെയുള്ള ചിരിക്കഥകളുമായി ടീച്ചറിനെ വീണ്ടും കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, അവര് വന്നപ്പോൾ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോഴും നിൽക്കണ കണ്ടപ്പോഴൊക്കെ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇവര് എത്രത്തോളം പെർഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. പിന്നെ അവാർഡുകളൊക്കെ ഒരുപാട് വാരിക്കുട്ടിയ ആളാണെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലൊരു പ്രതീക്ഷ തോന്നി. പക്ഷെ അതിലൊക്കെ അപ്പുറത്താണ്. നമസ്കാരം. നമസ്കാരം. നമസ്കാരം എല്ലാവർക്കും നമസ്കാരം. ഹായ്. സന്തോഷത്തോടെയാണ് വന്നേക്കണേ. കുറച്ച് പരിപാടികളുണ്ട്, അതാണ്. എന്താണ് ഷാരടി, ഇനി ഒരു 1-2 മാസത്തേക്ക് ഞാൻ ഫ്ലോറിൽ ഉണ്ടാവില്ല നിങ്ങളോടൊപ്പം. സോറി. ഓ, ആ സമയം നോക്കിയപ്പോ നമ്മള് പരിപാടി കയറ്റി എടുക്കണം. എന്താ സംഭവം? എന്താ? ഞാൻ വിദേശ ട്രിപ്പ് പറഞ്ഞ റെഡി ആയിട്ടുണ്ട്. ഓ, നല്ല കാര്യം. അന്ന് നമ്മുടെ ഓർക്കണ്ട, നമ്മുടെ ജയറാമേട്ടന്റെ ഒരു ഷോയില് പ്രസാദേട്ടൻ, നമ്മുടെ ഇവിടെ ജയറാമേട്ടൻ ഷോ നടത്തി. അന്ന് പ്രസാദേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. ഏത്? കേസ് പ്രസാദേട്ടൻ. കേസ് പ്രസാദേട്ടൻ വന്നായിരുന്നു. ഉവ്വ. അപ്പൊ ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ ചേട്ടന് കാണിച്ചു കൊടുത്തു.
ആ അങ്ങനെ ഇഷ്ടപ്പെട്ട് UK-ലും അമേരിക്കയൊക്കെ ആയിട്ട് ഒരു കറക്കം. Congratulations. ഞാൻ പ്രസാദിന്റെ കൂടെ 10-40 ദിവസം ഇങ്ങനെ മിഡിൽ ഈസ്റ്റ് മുഴുവൻ ഷോയ്ക്ക് പോയിട്ടുണ്ട്. താത്ത പോയിട്ടില്ലേ? പിന്നെ ഞാൻ ഉഗാണ്ടയൊക്കെ പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. തമാശല്ല, പോയിട്ടുള്ള എനിക്കറിയാം. അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ അമ്മാവനും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ഒരു ഭാഗ്യം കിട്ടി. അല്ല, അപ്പൊ പ്രസാദിന്റെ ട്രൂപ്പിൽ ചെല്ലുമ്പോൾ പുതിയ ഐറ്റങ്ങൾ എപ്പോഴും വേണമെന്ന് പ്രസാദം വാശി പിടിക്കുമല്ലോ. ആ പുതിയ ഐറ്റം വേണമെന്നൊരു നിർബന്ധം ചേട്ടനുണ്ടായിരുന്നു. അതുകൊണ്ട് രചന പോയിട്ടില്ലേ പ്രസാദിന്റെ ട്രൂപ്പില്? ഞാൻ ഒരു പ്രാവശ്യം അപ്പൊ എന്ത് പുതിയ ഐറ്റമാ കാണിച്ചത്? ഞാൻ ഫ്രഷ് ഐറ്റം തന്നെ ഞാൻ ചേട്ടന് കാണിച്ചു കൊടുത്ത്. ഞാൻ പ്രസാദേട്ടനെ അടുത്ത് വിളിച്ചിട്ട് ഞാൻ ആ സംഭവം കാണിച്ചു കൊടുത്ത്. മാന്യ പ്രസാദേട്ടന് വന്ദനം. ഞാനിവിടെ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഒരു ട്രെയിൻ ഗുഹയിൽ കൂടി പോകുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ട് വേരിയേഷൻ ആണ്. എന്താണ്? ഒരു ട്രെയിൻ ഗുഹയ്ക്കുള്ളിൽ കൂടി പോകുന്ന സൗണ്ട് വേരിയേഷൻ ആണ്. ഗുഹ 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 ഗുഹ. പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണതും ഈ ഐറ്റം ഉണ്ടായി കഴിഞ്ഞാണ് ആ ട്രൂപ്പും പ്രസാദേട്ടനൊക്കെ ഉണ്ടായത്. ആണല്ലേ? പക്ഷെ അന്നേരം ചേട്ടന് സമ്മതിച്ചത് ഫ്രഷ് ആണെന്ന്. അതിപ്പോ പുതിയ ആൾക്കാരെ അങ്ങനെ തളർത്താറില്ല, അതുകൊണ്ടാണ്. അപ്പൊ ആ നല്ല മനസ്സിന് ഞാൻ നന്ദി പറയണം എന്തായാലും. പിന്നെ എന്ത് കാണിച്ചു? പിന്നെ ഞാൻ കാണിച്ചത് നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണതും ടേക്ക് ഓഫ് ഒക്കെ കാണിച്ചു കൊടുത്ത്. ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതും ഒന്ന് കാണിക്കോ? എനിക്ക് സൗകര്യമില്ല കാണിക്കാനായിട്ട്. വേണമെങ്കിൽ മറ്റേ നെടുമ്പാശ്ശേരി പോയി കാണും, ലാൻഡ് ചെയ്യണതും പോണ കടച്ചത് കാണാല്ല. അങ്ങനെ കാണില്ല. ഇതൊക്കെ അമേരിക്കയിൽ ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്ന് കീറാവുന്നതാണ് ഞങ്ങൾക്ക്. ടേക്ക് ഓഫ് ആയിട്ട് തബല കാണിക്കരുതല്ലേ, തബല കാണിക്കരുത്. തബല തബല തബലേ. പിന്നെ കുറച്ച് ഫിഗറുകൾ ഉണ്ട് എന്റെ വിഗ് വെച്ചിട്ടുള്ള. അത് ഞാൻ ഞെട്ടിക്കാൻ വേണ്ടി ഇരിക്കണം പ്രസാദ്. അത് കാണിച്ചു പറഞ്ഞ ഞെട്ടി. ശരി, നിങ്ങളുടെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള പാരഡി ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ എന്ത് വിഷയം എടുത്തു വെച്ച് പാടും? അവിടെ ഞാൻ പ്രസാദേട്ടനെ കുറിച്ചൊരു പാട്ട് അങ്ങോട്ട് പാടൂലേ? നമ്മളെ കൊണ്ടുപോണ ആളാണെന്ന് ഓർക്കണം. കാരണം അതെങ്കിലും ഒന്ന് ഫ്രഷ് ആകും. അങ്ങനെ നന്ദിയോടൊന്നും ഞാൻ കാണിക്കൂല, ഞാൻ അത് തന്നെ ചെയ്യുള്ളൂ. അതെങ്കിലും അമേരിക്കൻ മലയാളികൾക്ക് വേണ്ടി അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടിയാ കേക്കട്ടെ. എന്തായാലും നിങ്ങള് നിർബന്ധിച്ച സ്ഥിതിക്ക് എന്തായാലും ചെയ്യാം. കാരണം ഇവിടെ തന്നെ അവിടെ തുടങ്ങി പോകാലോ. റിഹേഴ്സൽ ആയിക്കോട്ടെ വേണമെങ്കിൽ. അത് ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ കാതറിൻ ടീച്ചർ, മാളു വിനീഷ് രണ്ടുപേരുടെയും നല്ല രസകരമായ എന്നാൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പെർഫോമൻസുകളായിരുന്നു. ഇനി ഇവരിൽ ആരാണ് ബെസ്റ്റ് പെർഫോമർ എന്നറിയാം. അവിടെ മാർക്സ് അറിയാം. രമേശ് ഏട്ടാ, മാളു വിനീഷിന് ഇന്നത്തെ പ്രകടനത്തിന് 50-ൽ 47. മാളുവിന് എന്റെ വക മാർക്ക് 47. അപ്പൊ ടോട്ടൽ 94 ഔട്ട് ഓഫ് 100. വെരി ഗുഡ്. അങ്ങനെ ഗോൾഡൻ എൻട്രി ലഭിച്ചിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഇനി കാതറിൻ ടീച്ചറുടെ മാർക്സ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു അവാർഡ് കിട്ടിയ HMന് മാർക്ക് ഇടാൻ കിട്ടിയ ഒരു അവസരമാണ്. ഒരുപാട് HMമാരും ടീച്ചർമാരും എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് മാർക്ക് കിട്ടും. പക്ഷെ അവരെല്ലാം എൻ്റെ കാര്യത്തിൽ വലിയ പിശുക്കാണ് കാണിച്ചത്. എനിക്ക് അവർ വളരെ കുറച്ച് മാർക്ക്, 40 കൂടുതൽ എനിക്ക് വളരെ കുറച്ച് വിഷയങ്ങൾക്ക് ഈ ടീച്ചർമാരെല്ലാം തരുള്ളൂ. പക്ഷെ ഞാൻ ടീച്ചർക്ക് 50-ൽ 46. ടീച്ചർക്ക് എന്റെ വകയും 50-ൽ 46. അതെ, അങ്ങനെ ടോട്ടൽ ലഭിക്കുന്നു 92. 192 മാർക്സ്. രണ്ടുപേർക്കും അടുത്ത എപ്പിസോഡിലേക്ക് ഗോൾഡൻ എൻട്രി ഉണ്ട്. ദാറ്റ് മീൻസ് ഓഡിഷൻ ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് അടുത്തൊരു പെർഫോമൻസിലേക്ക് ഡയറക്റ്റ് എൻട്രി ലഭിച്ചിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. വൺസ് അപ്പോൺ എ ടൈം സീസൺ 4 മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ഇവർക്കുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് ആൻഡ് പറക്കാട് നേച്ചർ റിസോർട്ട്സ് ആണ്. നൽകാനായിട്ട് രമേശ് ചേട്ടനെയും രജനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ്. നിങ്ങൾ പങ്കെടുക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. funsupon8time@gmail.com നിങ്ങളുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യുക. അങ്ങനെ with this funsupon8time സീസൺ 4ന്റെ മറ്റൊരു സംഭവ ബഹുലമായ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം കേട്ടോ. Until then, bye bye.